നമുക്കിന്ന് കപ്പളങ്ങ വെച്ചൊരു തോരൻ ഉണ്ടാക്കിയാലോ. നല്ലൊരു കപ്പളങ്ങ നമുക്ക് പറിച്ചെടുക്കാം. ചിലതിന് പപ്പായ എന്ന് പറയും, കർമൂസ എന്ന് പറയും, പപ്പിത്ത എന്ന് പറയും. ഞങ്ങളൊക്കെ കപ്പളങ്ങ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒത്തിരി മൂത്തതുമല്ല, എന്നാൽ പിഞ്ചുമല്ല, ഇടത്തരത്തിലുള്ളൊരു കപ്പളങ്ങ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മുറിച്ച് നോക്കാം. ഉണ്ടോ, കുരുവൊക്കെ ആയി വരുന്നതേ ഉള്ളൂ, കറുപ്പ് നിറമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി നല്ല കുട്ടപ്പനാക്കി എടുക്കാം. ഈ കപ്പളങ്ങ ഇങ്ങനെ ചെത്തുമ്പോൾ നല്ല ചൊന വരുവേ. ഈ ചൊന നമ്മുടെ കയ്യിലേ ഉണ്ടല്ലോ എല്ലാ കറകളും കളയാൻ നല്ലതാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാഴക്കറയോ മറ്റെന്തെങ്കിലും കറകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ വയനാട്ടിലെ കാലാവസ്ഥ അനുസരിച്ച് കൈയൊക്കെ ഇങ്ങനെ വിണ്ട് കീറുന്നൊരു സമയമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ കപ്പളങ്ങയുടെ ചൊന തൂത്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് വെച്ചാൽ അങ്ങോട്ട് കഴുകി കളഞ്ഞ് കഴിയുമ്പോൾ കൈ നല്ല സ്മൂത്തായിട്ടിരിക്കും. അപ്പോൾ ഈ കപ്പളങ്ങ നമ്മൾ അരിഞ്ഞെടുക്കുമല്ല കേട്ടോ, നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കപ്പളങ്ങയെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിലോട്ട് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. അതിന് വേണ്ടിയതാണ് ഞാൻ എടുത്തിരിക്കുന്ന വയലറ്റ് കാന്താരി മുളകാണ്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ, എന്നും നമ്മൾ പച്ച കുഞ്ഞിക്കാന്താരിയല്ലേ. ഇത് ആ കുഞ്ഞിക്കാന്താരിയുടെ തന്നെ വയലറ്റ് നിറത്തിലുള്ളതാണ്. അത് നല്ലൊരു ടേസ്റ്റും നല്ല എരിവും ഉണ്ട് കേട്ടോ. പിന്നെ കാണാനൊക്കെ ഒരഴകുണ്ടല്ലോ. പിന്നെ അതിലോട്ട് വേണ്ട സാധനങ്ങൾ കുറച്ച് തേങ്ങ ചിരകിയതുണ്ട്. പിന്നെ കുഞ്ഞുള്ളി ഇച്ചിരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കടുക് വറുക്കുമ്പോൾ ഇടാൻ വേണ്ടിയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് സവോള അരിഞ്ഞതാണ്. നമ്മൾ സാധാരണ തോരൻ കറിയൊക്കെ ഉണ്ടാക്കില്ലേ, പ്രത്യേകിച്ച് ഈ കാബേജ് തോരനൊക്കെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ ഇതിന് കാബേജ് തോരൻ്റെ അതേ ഒരു കട്ടും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ കടുകിട്ട് പൊട്ടിക്കഴിയുമ്പം നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് കുഞ്ഞുള്ളി അതിൻ്റെ അകത്ത് എക്സ്ട്രാ ഞാൻ അരിഞ്ഞ് വെച്ചിരുന്നു. ഈ കടുക് വറുക്കുമ്പോൾ എന്തായാലും നമുക്ക് ഇച്ചിരി കൊച്ചുള്ളി ഇടണമല്ലോ. അപ്പോൾ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അകത്തേക്ക്. അപ്പോൾ അതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന മറ്റ് ചേരുവകളുണ്ടല്ലോ, തേങ്ങ, കാന്താരി, സവോള അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്ക് നല്ല ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത ഈ സവോളയും തേങ്ങയും ഇതൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് വന്ന് കഴിയുമ്പം നമുക്ക് അതിൻ്റെ അകത്തോട്ടൊരല്പം, കുറച്ച് മതി കേട്ടോ, ഒരു ലേശം മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കുറച്ച് ജസ്റ്റ് ഒന്ന് കളറിന് വേണ്ടി മാത്രമാണ്. കപ്പളങ്ങ ഇങ്ങനെ നമ്മൾ കറിയാക്കി വെക്കുമ്പോൾ ഒരു ചെറിയ മഞ്ഞ നിറത്തിന് വേണ്ടി. ഈ ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കൊരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ കൂടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. നല്ല ഇതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് ഇട്ട് ഇളക്കി ആ കളറൊക്കെ എല്ലായിടത്തും, മഞ്ഞളിൻ്റെ നിറമൊക്കെ എല്ലായിടത്തും വരത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി നമുക്കത് കുറച്ച് നേരം മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം പിന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരുവിധം പാകമായിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. നമുക്ക് മൂടൽ പൊക്കിയപ്പം കണ്ടില്ലേ, നല്ല കാബേജ് തോരൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെയുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഈ ഗ്രേറ്റ് ചെയ്തെടുത്ത് കപ്പളങ്ങ ഇങ്ങനെ തോരൻ വെച്ച് കഴിയുമ്പം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ലൊരു തോരൻ കറിയാണ്, മരുന്നൊന്നും അടിക്കാത്ത നല്ലൊരു പച്ചക്കറി അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.